ഡൽഹിയിലേക്ക് ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുന്നു. പറയൂ ബൽറാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്റ്റോൻ. ഡൽഹി ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പ് നേടി താരങ്ങൾ മടങ്ങിയെത്തിയിരിക്കുകയാണ്. ആദ്യ കാൽ കുത്തിയിരിക്കുന്നത് ഡൽഹിയിലാണ് എന്നുള്ളത് ഡൽഹിയിലെ ജനങ്ങൾ, ക്രിക്കറ്റ് ആരാധകർ ഏറെ ആവേശത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇന്ത്യൻ താരങ്ങൾക്ക് ലോക ജേതാക്കൾക്ക് പോകുന്നതിനായുള്ള പ്രത്യേക വാഹനം തയ്യാറാണ്. താരങ്ങൾ ഓരോരുത്തരായി ഈ വാഹനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് 6:10 കൂടിയാണ് പ്രത്യേക വിമാനം ഡൽഹി വിമാനത്താവളത്തിലെ ടെർമിനൽ 3-ൽ ലാൻഡ് ചെയ്തത്. ഈ വാഹനം ഇപ്പോൾ താരങ്ങളുമായുള്ള വാഹനം ഇപ്പോൾ ഡൽഹി വിമാനത്താവളത്തിലെ ടെർമിനൽ 3-ൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. രാഹുൽ ദ്രാവിഡിന്റെ ചിത്രം മുന്നിൽ വെച്ചുകൊണ്ടുള്ള പരിശീലകന്റെ ചിത്രവുമായ നേതൃത്വത്തിലുള്ള സംഘം ഇതാ രാജ്യത്ത് മടങ്ങിയെത്തിയിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ITC മൗര്യയിലേക്കാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും ഇന്ത്യൻ രാജ്യത്ത് മടങ്ങിയെത്തിയിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ITC മൗര്യയിലേക്കാണ് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും ഇന്ത്യൻ സംഘം ചാമ്പ്യന്മാർ ഇനി പോകുന്നത്. അവിടെ അല്പസമയം വിശ്രമിക്കും. 10 മണി മുതൽ 12 മണി വരെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ഓഫീസിൽ താരങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന പ്രത്യേക വിരുന്ന് എന്നുള്ളത്. ആ സ്വീകരണത്തിന് ശേഷം താരങ്ങളുടൻ ഹോട്ടലിൽ മടങ്ങിയെത്തുകയും 2 മണിക്ക് ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും മുംബൈയിലേക്ക് അടുത്ത വിമാനം കയറുകയും ചെയ്യും. മുംബൈയിലാണ് യഥാർത്ഥ വലിയ സ്വീകരണം തന്നെ താരങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. മുംബൈയിലെ നരിമാൻ പോയിന്റിൽ നിന്നും വാങ്കഡെ സ്റ്റേഡിയം വരെ വലിയ ഒരു ഘോഷയാത്രയായി തന്നെ താരങ്ങൾ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കും. അതിനുശേഷം ചെറിയൊരു ചടങ്ങ് വാങ്കഡെ സ്റ്റേഡിയത്തിൽ അരമണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങുണ്ട്. എന്തായാലും താരങ്ങളുമായി പോകുന്ന വാഹനം ഇപ്പോഴും ഡൽഹി വിമാനത്താവളത്തിൻ്റെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നെങ്കിൽ പോലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആരാധകരുടെ വലിയ കൂട്ടം എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളെയും ഭേദിച്ചുകൊണ്ട് ഈ താരങ്ങൾ സഞ്ചരിച്ച ബസ്സുകൾക്ക് ചുറ്റുമായി കൂടിയിരിക്കുന്നു. ആർപ്പ് വിളികളോടെ തങ്ങൾ സുരക്ഷാ കാരണങ്ങളെ തുടർന്ന് എന്നാൽ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഈ താരങ്ങളുടെ വാഹനം ആരാധകർ തടിച്ചുകൂടിയിരുന്ന ആ ഭാഗത്തെത്തുന്ന ഘട്ടത്തിൽ ആർപ്പ് വിളികളോടെ ഈ ആരാധകർ ഓരോരുത്തരും താരങ്ങളെ സ്വീകരിക്കുകയാണ്. അവരുടെ മടങ്ങിവരവ് ആഘോഷിക്കുകയാണ്. രാവിലെ 4:30 മുതൽ തന്നെ ആരാധകരുടെ വലിയ കൂട്ടം ഡൽഹി വിമാനത്താവളത്തിലെ ടെർമിനൽ 3-ന് പുറത്ത് ആഘോഷിക്കുകയാണ്. രാവിലെ 4:30 മുതൽ തന്നെ ആരാധകരുടെ വലിയ കൂട്ടം ഡൽഹി വിമാനത്താവളത്തിലെ ടെർമിനൽ 3-ന് പുറത്ത് എത്തിച്ചേർന്നിരുന്നു. തങ്ങളുടെ പ്രിയ താരങ്ങളെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആ കാത്തിരിപ്പ് ആയിരുന്നില്ല രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും. അതീവ മോശം സാഹചര്യം, ലോക്ക്ഡൌണിന് സമാനമായ സാഹചര്യത്തിലൂടെ 4 ദിവസം കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ത്യൻ ടീം മടങ്ങിയെത്തിയത്. ലോക്ക്ഡൌണിന് സമാനമായ സാഹചര്യത്തിലൂടെ 4 ദിവസം കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ത്യൻ ടീം മടങ്ങിയെത്തിയിരിക്കുന്നത്. അതിൻ്റെ ആ കാത്തിരിപ്പിൽ ആവേശം ഓരോ നിമിഷവും ഇരട്ടിച്ചുകൊണ്ടാണ് ആരാധകർ ഡൽഹിയിൽ, പ്രത്യേകിച്ച് പൊതുചടങ്ങുകളില്ലെങ്കിൽ പോലും നമുക്ക് കാണാം ആയിരക്കണക്കിന് ആരാധകർ. അവർ ആവേശത്തിൻ്റെ കൊടുമുടിയിലാണ്. ആ ബസ്സിന് പുറകെ ആരാധകർ ഓടിക്കൊണ്ടിരിക്കുന്നു. മൊബൈലിൽ ഒരു ചെറിയ ചിത്രമെങ്കിലും താരങ്ങളുടെ അവർ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ പകർത്തുന്നതിന് വേണ്ടി ആരാധകർ എത്തിയിരിക്കുന്നു. ഇത് അതീവ സുരക്ഷാ മേഖലയാണ് ഇത് എന്ന് ഓർക്കണം. അവിടെയാണ് ഇത്രത്തോളം ആവേശം നമുക്ക് കാണാനാകുന്നത്. ഈ വഴിയിൽ, ഈ വിമാനത്താവളത്തിൽ നിന്നും ഹോട്ടലിലേക്ക് പോകുന്ന വഴിയിലെല്ലാം തന്നെ ഈ ആവേശം നമുക്ക് കാണാനാകും. പുലർച്ചെ തന്നെ ആവേശത്തിൻ്റെ ഒരു തരിമ്പ് പോലും ഈ പ്ലക്കാർഡുകളുമായി ആരാധകർ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ അവരുടെ ആവേശത്തിന്റെ വലിയ അല്ലെങ്കിൽ ആവേശത്തിന്റെ ചെറിയൊരു പങ്ക് മാത്രമാണ് നമുക്ക് ഈ വിമാനത്താവളത്തിന്റെ ടെർമിനൽ 3-ന് പുറത്ത് കാണാനാകുന്നത്. ഈ ആരാധകരുടെ വലിയ സംഘം ഇനിയും ഡൽഹിയിലെ മറ്റിടങ്ങളിൽ ഈ താരങ്ങൾ പോകുന്ന റോഡുകളിലെ ഇരുവശവും നമുക്ക് കാണാം. ഈ വിമാനത്താവളത്തിന്റെ
ടെർമിനലിലേക്ക് പോകുന്ന വശങ്ങളിൽ പോലും ആരാധകർ നിലയുറപ്പിച്ചിരിക്കുന്നു. ഇത്രത്തോളം പേർ ഇവിടെ എത്തിയിരിക്കുന്നുവെങ്കിൽ ഡൽഹിയിലെ മറ്റിടങ്ങളിൽ റോഡ് വശങ്ങളിൽ പോലും ആരാധകർ നിലയുറപ്പിച്ചിരിക്കുന്നു. ഇത്രത്തോളം പേർ ഇവിടെ എത്തിയിരിക്കുന്നുവെങ്കിൽ ഡൽഹിയിലെ മറ്റിടങ്ങളിൽ റോഡ് വക്കുകളിലെല്ലാം തന്നെ വലിയ ആരാധകരുടെ നിര ഈ താരങ്ങളെ കാത്തിരിപ്പുണ്ട്. യഥാർത്ഥ സ്വീകരണം അല്ലെങ്കിൽ ആഘോഷ പരിപാടികൾ മുംബൈയിലാണ് നിശ്ചയിച്ചിരുന്നെങ്കിൽ പോലും ഡൽഹിയിലെ ആരാധകർക്ക് അതിൽ നേരിയ നിരാശയുണ്ടായിരുന്നു. എന്നാൽ കപ്പുമായി വന്നിറങ്ങുന്നത് ഡൽഹിയിലാണ് എന്നുള്ളതാണ് ഡൽഹിയിലെ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം. ഈ മറ്റ് തുറന്ന പരിപാടികളോ പൊതുപരിപാടികളോ താരങ്ങൾക്ക് ഡൽഹിയിൽ ഇല്ല എങ്കിൽ പോലും എന്നുള്ളത് നേരത്തെ മുംബൈയിലെത്തി അതിനുശേഷം പിന്നീട് ഡൽഹിയിൽ എത്തി പ്രധാനമന്ത്രിയുടെയും മറ്റും ആതിഥ്യം സ്വീകരിക്കാനായിരുന്നു പദ്ധതി എങ്കിൽ അതിൽ മാറ്റം പിന്നീട് ഉണ്ടാക്കുകയായിരുന്നു. ഈ വലിയ ആവേശം രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവർ ഈ താരങ്ങളെ അഭിനന്ദിച്ച് ആവേശത്തിന്റെ ഈ ലോകകപ്പ് നേട്ടത്തിന്റെ വിജയം ആഘോഷിച്ച് രംഗത്തെത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീട് ഡൽഹിയിൽ ആദ്യമെത്തി പിന്നീട് മുംബൈയിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചത്. ആരാധകർ രാഹുൽ ദ്രാവിഡിന്റെ പ്ലക്കാർഡുകളുമായി എത്തിച്ചേർന്നിട്ടുണ്ട്. കൈസേ ലഗ് രഹേ ആപ്? थैंक यू टीम इंडिया, बहुत अच्छा लग रहा है यार। कब आया है? हाँ जी अपना देर से वेट कर 3-4 बजे से आए हुए हैं यहाँ पे। आप कहाँ से आ रहे हैं? सर मैं तो वैसे पंजाब से आया हूँ, अभी मतलब बुराड़ी में था तो वहाँ से आया हूँ। SKN നമുക്ക് കാണാം, ഇദ്ദേഹം പഞ്ചാബിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. പഞ്ചാബ് സ്വദേശിയാണ്. ഇന്ന് രാവിലെ 4 മണിക്ക് എത്തിയതാണ് ഈ വിമാനത്താവളത്തിൽ. ഇത്രത്തോളം ആവേശമാണ്. ഡൽഹിയിലെ ആരാധകർ മാത്രമല്ല, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് അടക്കം സമീപ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആരാധകർ ഉൾപ്പെടെ ഡൽഹി വിമാനത്താവളത്തിൽ ഇത് ഒരു കാണാൻ കഴിയുമെന്ന യാതൊരു ഉറപ്പുമില്ലാതെ ഒരു അവസരം പ്രതീക്ഷിച്ച് ശ്രമിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ മാത്രമാണ് താരങ്ങളെ തേടി ചാമ്പ്യന്മാരെ ഒരു നോക്ക് കാണാനായി ആരാധകർ എത്തിയിരിക്കുന്നത്. അത്രത്തോളം ആവേശത്തിലാണ് ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ എന്നുള്ളത്. 1983 ലോകകപ്പാണ്. അതും ഇത്തവണത്തെ വിജയം എന്നുള്ളത് ഇരട്ടി മധുരമുള്ള ഒരു വിജയം കൂടിയാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം. ഒരു സംഘമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വളർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. അതിന്റെ ഈ ടീമിലെ ഒപ്പം തന്നെ ഈ നേട്ടത്തിലെ ചുക്കാൻ പിടിച്ച തങ്ങളുടെ പ്രിയ താരങ്ങൾ പലരും അതിന്റെ ഈ ടീമിലെ ഒപ്പം തന്നെ ഈ നേട്ടത്തിലെ ചുക്കാൻ പിടിച്ച തങ്ങളുടെ പ്രിയ താരങ്ങൾ പലരും T20യിൽ നിന്നും ഇതോടെ രാജി അല്ലെങ്കിൽ ഇതിന്ന് പിന്മാറുന്നു എന്ന് പ്രഖ്യാപിച്ചതും വൈകാരികമായ നിമിഷങ്ങളാണ്. ഈ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ നിമിഷങ്ങളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 4 ദിവസത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യൻ താരങ്ങൾ മടങ്ങിയെത്തിയിരിക്കുന്നത് രാജ്യത്ത്. അത് അതീവ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു സാഹചര്യം. കരീബിയൻ രാഷ്ട്രം തന്നെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ചുഴലിക്കാറ്റിന് കാത്തിരിപ്പിലാണ് പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഈ താരങ്ങൾ മടങ്ങിയെത്തിയത്. താരങ്ങൾക്ക് വിരോചിതമായി സ്വീകരിക്കാനായി അവരെ കൊണ്ടുവരാനായി BCCI ഏർപ്പെടുത്തിയ വിമാനത്തിന് പോലും അവരുടെ പ്രത്യേക പേര് നൽകിയിരുന്നു. എയർ ഇന്ത്യ ചാമ്പ്യൻസ് 2024 വേൾഡ് കപ്പ് എന്നുള്ളതായിരുന്നു ആ താരങ്ങൾ വന്നിറങ്ങിയ വിമാനത്തിന്റെ പേര്. ഇത്തരത്തിൽ ഓരോ അണുവിനും രാജ്യത്തിന്റെ ഓരോ ക്രിക്കറ്റ് ആരാധകൻ ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹി എയർപോർട്ടിൽ നിന്നും തത്സമയം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.